ഇതൊക്കെ എൻ്റെതായ വരികളാണ്. ഞാനിനി എൻ്റെതായ വരികളിലൂടെ പോകാം. ആരോ കേൾക്കുന്നുണ്ട്, ആരാന്നുള്ളത് അറിയില്ല. ഇനി ബന്ധങ്ങളെ നിലനിർത്താനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആരുള്ളത് ബന്ധങ്ങളെ പറ്റി കുറിപ്പിട്ട് പറഞ്ഞു. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, ആഴമേറിയ ബന്ധങ്ങളെ പറ്റി. കാലമേറെ കഴിഞ്ഞാലും സൗഹൃദങ്ങൾ, സാഹചര്യങ്ങൾ മാറിയാലും ഒട്ടും നിറമങ്ങാതെ മനസ്സിൽ തന്നെ കാണും. കാരണം അതിന് പിന്നിൽ താൽക്കാലിക ലാഭങ്ങൾക്കപ്പുറം വലിയൊരു ആത്മാർത്ഥതയുണ്ടാകും. നാളെയുടെ പരസ്പരം കാണേണ്ടവരാണെന്ന ബോധ്യത്തോടെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു ബന്ധവും മനോഹരമായി മുന്നോട്ട് പോകും. ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ആരെയും ചതിക്കാതിരിക്കുക. വാക്കുകളിലെ സത്യസന്ധതയും മനസ്സിലെ ആത്മാർത്ഥതയുമാണ് ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. നാളെയുടെ കാഴ്ചപ്പാടുകളിലും കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് ഏതൊരു കൂട്ടിന്റെയും ഗുണം. നമുക്ക് ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയതാണ്, ആത്മബന്ധങ്ങൾ എങ്ങനെയാണ് നിറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, കാലമേറെ കഴിഞ്ഞാലും സാഹചര്യങ്ങൾ മാറിയാലും ഒട്ടും നിറം മങ്ങാതെ മനസ്സിൽ തന്നെ കാണും. കാരണം അതിനു പിന്നിൽ താൽക്കാലിക ലാഭങ്ങൾക്കപ്പുറം വലിയൊരു ആത്മാർത്ഥതയുണ്ടാകും. നാളെയും പരസ്പരം കാണേണ്ടവരാണെന്ന ബോധ്യത്തോടെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു ബന്ധവും മനോഹരമായി മുന്നോട്ട് പോകും. ഒരു നിമിഷത്തെ സന്തോഷത്തിനു വേണ്ടി ആരെയും ചതിക്കാതിരിക്കുക. വാക്കുകളിലെ സത്യസന്ധതയും മനസ്സിലെ ആത്മാർത്ഥതയുമാണ് ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. നാളെയുടെ കാഴ്ചകളിലും കൂടെയുണ്ടാകും എന്ന ഉറപ്പാണ് ഏതൊരു കൂട്ടിന്റെയും ഭംഗി കൂട്ടുന്നത്. ആത്മബന്ധം എന്നൊരിതാണ് ക്ഷണികമായ സന്തോഷങ്ങൾക്കായി വിൽക്കപ്പെടാത്ത ആത്മാർത്ഥതയാണ് ഏതൊരു നല്ല ബന്ധത്തിന്റെയും ആത്മബന്ധത്തിന്റെയും ആയുസ് എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വരികളാണ്. ഈ വരികൾ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കള് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക, ഒക്കെ ചെയ്യാം. കമന്റ് ഇടുകയും സൈലന്റ് ആയിട്ടിരിക്കില്ല. നിങ്ങൾ മുകളിൽ ഇരിക്കുന്നത് ആരാന്നുള്ളത് എനിക്കറിയില്ല. ഇടയ്ക്കൊരു ഒളിക്കണ്ണ് വന്നു. ഇനി കേൾക്കണം വേറെ വേദനകളുടെ വരികൾ കേൾക്കണം. വേദനകളെ പറ്റി കേൾക്കണം. ഉള്ളിൽ ഒതുങ്ങുന്ന വേദനയും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് മനഃപൂർവ്വം ഏൽക്കേണ്ടി വരുന്ന വാക്കുകളുടെ കുത്തേറ്റിൽ സൃഷ്ടിക്കുന്ന മുറിവ് വളരെ വലുതാണ്. നെഞ്ചിലൊരു കടലിരുമുണ്ടെന്ന് വാക്കുകളാൽ കോറിയിട്ട മുറിവുകളുടെ കഥ. എന്നെ ഏറ്റവും നന്നായി അറിഞ്ഞിട്ടും നീ എന്റെ മൗനങ്ങളെ പോലും മനഃപൂർവ്വം ആയുധമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒടുവിൽ തകർന്നു പോകുന്നത് ഞാനാണെന്നറിഞ്ഞിട്ടും നിനക്കെങ്ങനെ ഇത്രമേൽ ക്രൂരമായി ചിരിക്കാൻ കഴിയുന്നു? വാക്കുകൾ കൊണ്ട് നെഞ്ചിൽ കുത്തി നോവിക്കാൻ നിനക്ക് വലിയ കരുത്ത് വേണ്ടെന്നിരിക്കെ. കാരണം ആ നെഞ്ചിൽ നിനക്കായി മാത്രം തുറന്നിട്ട പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും വാതിലും ഉണ്ടായിരുന്നു. മറുത്തു പറയാനാവാത്തതല്ല നീ തന്ന വേദനകളിൽ എന്റെ മൗനം പിടയുന്നതാണ്. ബാലേട്ടാ നമസ്കാരം. അത്രമേൽ ആഴങ്ങളിൽ നീ എന്നെ തൊട്ടറിഞ്ഞിരുന്നു. എന്നിട്ടും ഒടുവിൽ നീ തിരഞ്ഞെടുത്തത് എന്റെ ആത്മാവിനെ തന്നെ കീറിമുറിക്കുന്ന വാക്കുകളാണ്. ഉള്ളിലെ പിടച്ചിൽ പുറത്തു പറയാനാവാതെ ഞാൻ ഒരുങ്ങുമ്പോൾ നോവിക്കാൻ മാത്രം നിനക്ക് തന്ന ഈ കരുത്ത് അതെന്നെ സ്നേഹിച്ചതിന്റെ ബാക്കിയാണ്. എന്റെ മൗനത്തിന്റെ അർത്ഥം ധീർത്തമല്ല, നിന്റെ വാക്കുകൾ ഏൽപ്പിച്ച അഗാധത്തിൽ ഹൃദയം സ്തംഭിച്ചു പോയതാണ്. എവിടെ തൊട്ടലാണ് ഞാൻ കൂടുതൽ വേദനിക്കുക എന്ന് നിനക്ക് നന്നായി അറിയാം. ആ അറിവിനെ തന്നെ എന്നെ തകർക്കാൻ നീ ഉപയോഗിച്ചുവല്ലോ.